എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ പിടിച്ചതിനേക്കാളും വലുത് മാളത്തിൽ എന്ന് കേട്ടില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയാറുണ്ട്, പിടിച്ചതിനേക്കാളും വലുത് മാളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പം കുടിച്ചതൊന്നുമല്ല കള്ള്, ഇനി കുടിക്കാൻ പോകുന്നതാണ് എന്നും പറയാറുണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അറിയാലോ, വീണ വിജയൻ 2.78 കോടി രൂപ എന്ന് പറഞ്ഞാൽ 2.25 കോടി രൂപ ഒരു സേവനവും നടത്താതെ അച്ഛൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ആ കാലയളവിൽ CMRL കമ്പനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങി, കോഴപ്പണം വാങ്ങി. എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. തെളിവുകൾ സഹിതം അതിനുള്ള എല്ലാ സംഭവങ്ങളും SFIO കുറ്റപത്രം നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഇ ഡി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, അതിന്റെ ഭാഗമായിട്ട് 2 പ്രാവശ്യം വീണയെ ചോദ്യം ചെയ്തു. 3-ാം പ്രാവശ്യവും സമൻസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ ഏതായാലും 2 പ്രാവശ്യം ED അടുത്ത് വീണ ചെന്നിട്ടും 2 പ്രാവശ്യം ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടും വീണ സത്യം പറഞ്ഞില്ല. കാരണം വീണക്ക് സത്യം പറയാൻ അറിയില്ല. കാരണം ഇതിന്റെ ഈ 2.78 കോടി രൂപ തനിക്ക് എങ്ങനെ കിട്ടിയെന്ന് പാവം വീണക്കറിയില്ല. ഞാൻ ഇതിനു മുമ്പ് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. പാവം വീണയെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഷോൺ ജോർജ് വരെ പറയുന്നു വീണയെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, വീണ നിരപരാധിയാണെന്നേ. വീണ തന്തപ്പിടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, അല്ലാതെ വീണക്ക് എന്താ പറയാ, ഈ കരിമണൽ കമ്പനി എല്ലാ മാസവും 5 ലക്ഷം വീണന്റെ അക്കൗണ്ടിലേക്ക്, 3 ലക്ഷം വീണയുടെ തട്ടിക്കൂട്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ഒരു കമ്പനി കൊടുക്കൂ. സേവനം നടത്തിയോ നടത്തിയില്ലേ എന്നൊക്കെയുള്ളതാണ് ഇപ്പൊ തർക്കം. അതൊക്കെ മാറ്റി വെച്ചേക്ക്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. വീണ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ IT വിദഗ്ധയൊന്നുമല്ലല്ലോ. IT വിദഗ്ധ എങ്ങനെയാണ് വീണ എൻട്രൻസ് ടെസ്റ്റ് പോലും എഴുതാതെ എങ്ങനെയാണ് കോയമ്പത്തൂരിലെ അമൃത വിദ്യാലയത്തിൽ അഡ്മിഷൻ നേടിയതെന്നും അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് വീണ അവിടെ പാസ്സായി പോകുന്നത് എന്നൊക്കെ ഇവിടെ അറിയാവുന്ന ആൾക്കാർക്ക് ഇതിലൊന്നും ഒരു അത്ഭുതമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീണക്ക് കരിമണൽ കമ്പനി അല്ല, ലോകത്തുള്ള ഒരു കമ്പനിയും വീണയുടെ കമ്പനിക്ക് ഒരു തരത്തിലുള്ള എന്താ പറയാ അസൈൻമെന്റ് നൽകില്ലെന്നേ. എങ്ങനെ നൽകാൻ? അങ്ങനെ ഒന്നും നൽകാതെ തന്നെ തൽക്കാലം ഒരു കമ്പനി ഉണ്ടാക്കി, എന്നിട്ട് പിണറായി വിജയൻ കൈക്കൂലി വാങ്ങുന്നതിന് പകരം ആ കൈക്കൂലിയൊക്കെ മോളുടെ പേരിലേക്ക് വന്നു. അത്രയാണ് എല്ലാവർക്കും ബോധ്യമായ കാര്യം. പക്ഷെ ഞാൻ അതിൽ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 2.78 കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഈ 2.78 കോടി എങ്ങനെയൊക്കെയാണ് വീണ വിനിയോഗിച്ചത്, അതാണ് ഇപ്പോൾ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചത്? നമുക്ക് പല രീതിയിൽ 2.78 കോടി രൂപ വിനിയോഗിക്കാം. ഭൂമി വാങ്ങാം, സ്വർണം വാങ്ങാം, എവിടെയെങ്കിലും നിക്ഷേപിക്കാം, അനൌദ്യോഗികമായി എവിടെയെങ്കിലും പൂഴ്ത്തി വെക്കാം, ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ ED ഇതൊക്കെ അന്വേഷിച്ച് ചെന്നിട്ടും തൃപ്തികരമായ ഒരു ഉത്തരം ഇതുവരെ കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ വീണ ഇത് സംബന്ധിച്ച രേഖകൾ നമ്മുടെ ലോക്കർ തുറന്നു നോക്കി, ലോക്കറിന്റെ ഉള്ളിൽ രേഖകളൊന്നുമില്ല. വീണയുടെ വീട്ടില് പരിശോധനയൊക്കെ നടത്തിയപ്പോൾ ബാങ്ക് അക്കൗണ്ട്, മറ്റേ എന്താ പറയാ സേവിങ്സ് അക്കൗണ്ടും ബാക്കിയുള്ള ആ ബാങ്ക് രേഖകളൊക്കെ കിട്ടി. പക്ഷേ ഇത് എങ്ങോട്ടേക്കാണ്? കാരണം 2.78 കോടി രൂപ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. ഇത് വിനിയോഗിക്കണമെങ്കിൽ ഇതെങ്ങനെയാണ് വിനിയോഗിച്ചത്, ആ വിനിയോഗിച്ചതിൽ ആ ഇടപാടിന്റെ വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ എത്ര കള്ളപ്പണമാണ് അല്ലെങ്കിൽ കള്ളപ്പണം ഉണ്ടോ എന്നൊക്കെ EDക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ അഴിമതി പിന്നെ അടുത്ത സ്റ്റെപ്പാണ്. പിണറായി വിജയനിലേക്ക് പോകുന്ന അഴിമതി കഥ ഇതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. അതിനാണ് CBI കാത്തിരിക്കുന്നത്. CBI ഇതിന്റെ പിന്നാലെ വരും, അതവിടെ കിടക്കട്ടെ. പക്ഷേ വീണ ഇതൊന്നും പറഞ്ഞില്ല. വീണ പറഞ്ഞ മൊഴികളിൽ മുഴുവൻ വൈരുദ്ധ്യം. കാരണം ഇതിന്റെ നേരത്തെ തന്നെ ഈ കരിമണൽ കർത്തായുടെ ഭാര്യ, മകൻ, ഈ CMRLലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കം ഇവരൊക്കെയാണ് നേരത്തെ തന്നെ പറഞ്ഞത് വീണ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന്. ഇവരുടെയൊക്കെ മൊഴികൾ വീണ്ടും ED എടുത്തു. മാത്രമല്ല SFIO അന്വേഷിച്ച 134 രേഖകൾ, SFIOയുടെ അന്വേഷണ ഫലമായി അവർക്ക് കിട്ടിയ 134 രേഖകൾ, ഇതൊക്കെ EDയുടെ കൈവശമുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ED 2ാം വട്ടം വീണയെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി വീണ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും യോജിക്കുന്നില്ല. വീണ പറഞ്ഞ മറുപടിയും ഈ കരിമണൽ കർത്തായുടെ കമ്പനിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ മറുപടിയും തമ്മിൽ യോജിക്കുന്നില്ല. വീണ പറഞ്ഞ മറുപടിയും ഈ കർത്തായുടെ മക്കൾ പറഞ്ഞ മറുപടിയും കർത്തായുടെ ഭാര്യ പറഞ്ഞ മറുപടിയും ഒന്നുമായിട്ട് യോജിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വീണ മനഃപൂർവ്വം കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ വീണക്ക് അറിയില്ല ഇത് എവിടെ പോയി, പൈസ എങ്ങനെ കിട്ടി, എങ്ങനെ വന്നു, എവിടെ പോയി എന്നൊന്നും അറിയില്ല.
ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ED അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. PM മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വീണയുടെ രണ്ടാം ഭർത്താവായ PM മുഹമ്മദ് റിയാസ് ഈ വീണയെ കല്യാണം കഴിക്കുന്നത്, ഈ പുനർവിവാഹം ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഒരു ഇടപാടിന് തൊട്ടു പിന്നാലെയാണ്. അതായത് CMRL കമ്പനിയിൽ നിന്ന് ഈ മാസാമാസം 8 ലക്ഷം രൂപ, 5 ലക്ഷം വീണയുടെ അക്കൗണ്ടിലേക്ക്, 3 ലക്ഷം ഈ കമ്പനിയിലേക്കും വന്നുകൊണ്ടിരുന്ന ആ ഒരു സംഭവത്തിന് തുടർന്നിട്ടാണ് വീണ റിയാസിനെ കല്യാണം കഴിക്കുന്നത്. വീണ തന്റെ പണം അത്രയും റിയാസിനെ ഏൽപ്പിച്ചോ, അല്ലെങ്കിൽ വീണയിൽ നിന്ന് റിയാസ് അത് തട്ടിയെടുത്തോ, അത്തരം കാര്യങ്ങളാണ് ഇപ്പോ ED അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് അറിയുന്നത്. അതിനു വേണ്ടിയിട്ട് റിയാസിനെ അടുത്ത് തന്നെ ED വിളിപ്പിച്ചേക്കും, റിയാസിനെ ചോദ്യം ചെയ്തേക്കും. കാരണം എന്തായാലും പൈസ വീണ കത്തിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഈ പൈസ 2.78 കോടി എന്നുള്ളത് ഇത് ഏതെങ്കിലും രീതിയിൽ ചെലവാക്കണമല്ലോ. ഈ എങ്ങനെ ചെലവാക്കിയെന്ന് വീണ പറയുന്നില്ല. അപ്പം പിന്നെ ഇതെങ്ങനെ ചെലവാക്കിയെന്ന് അറിയണമെങ്കിൽ ഒന്ന് വീണയുടെ ഭർത്താവിനോട് ചോദിക്കണം. ആദ്യമായിട്ട് എങ്ങനെയാണ് ഭർത്താവിനോടാണ് ആദ്യം ചോദിക്കേണ്ടത്. ഈ റിയാസിന്റെ കോഴിക്കോടുള്ള വീട് നേരത്തെ തന്നെ ED റെയ്ഡ് ചെയ്തതാണ്. പക്ഷേ റിയാസ് അതിബുദ്ധിമാനാണ്. കാരണം വീട്ടിൽ ഈ രേഖകളൊന്നും എന്തായാലും റിയാസ് വെക്കില്ല. വീണയെ ചോദ്യം ചെയ്ത പോലെ അത്ര ഈസി ആയിരിക്കില്ല റിയാസിനെ ചോദ്യം ചെയ്യുന്നു. പഠിച്ച ബിരുദനാണ്. അപ്പം റിയാസിനെ ചോദ്യം ചെയ്ത്, പക്ഷെ ED അല്ലേ, ED എന്തായാലും EDയും പ്രാഗൽഭ്യത്തിൽ, കാരണം റിയാസിനേക്കാൾ വലിയ പെരുങ്കള്ളന്മാരെ ഒരുപാടെണ്ണത്തിനെ ചോദ്യം ചെയ്ത് അവരെ അഴിക്കുള്ളിലാക്കിയതാണ് ED. അപ്പൊ EDക്ക് റിയാസൊന്നും പ്രശ്നമല്ല. റിയാസിന് എത്ര പെരുങ്കള്ളങ്ങൾ പറഞ്ഞാലും ED പിടിക്കും. കാരണം വീണ ഈ 2.78 കോടി രൂപ എവിടെ എന്ന് പറയാത്ത സ്ഥിതിക്ക് ഒന്നുകിൽ അത് റിയാസിലൂടെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകും. അതാണ് ഒരു സാധ്യത. മറ്റൊന്ന്, നമുക്ക് നേരത്തെ അറിയില്ല, അബുദാബിയിലെ ബാങ്കിൽ വീണയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ നേരത്തെ വളരെ കൃത്യമായ അതിന്റെ ചില തെളിവുകളൊക്കെ ഷോൺ ജോർജ് പറഞ്ഞിരുന്നു. പക്ഷെ അത് സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അബുദാബിയിലെ ബാങ്ക് ആയതുകൊണ്ട്. അപ്പോൾ ഈ വിദേശത്തേക്ക് കടത്തിയോ? മറ്റൊന്ന്, റിയാസ് അല്ലാതെ മറ്റു കുടുംബാംഗങ്ങളുണ്ടല്ലോ. അതായത് വീണയുടെ തന്തപ്പിടി തന്നെ ഉണ്ട്, വീണയുടെ അമ്മയുണ്ട്, വീണയുടെ സഹോദരനുണ്ട്. അപ്പൊ ഇവര് മുഖാന്തരം ഇത് പോയോ? ഇത്തരം കാര്യങ്ങളാണ് ED ഇപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിടാതെ പിടികൂടിയിരിക്കുകയാണ് ED എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കട്ടോ. വീണ ചിലപ്പോൾ മാപ്പ് സാക്ഷിയായി രക്ഷപ്പെട്ടേക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. എന്നെ വെറുതെ വിടണം. ഇതിനൊക്കെ ഹേതുമത് ഭൂതകാലം എന്റെ തന്തപ്പിടിയാണ് എന്ന് വീണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതല്ലെങ്കിൽ വീണ പറയും. അതല്ലാതെ വീണക്ക് വേറെ രക്ഷയില്ലാന്നേ. വീണക്ക് അറിയില്ല ഈ കാര്യങ്ങളൊന്നും. അപ്പൊ സ്വാഭാവികമായും വീണ രക്ഷപ്പെടും. പിണറായി അതിന് പിന്നാലെയാണ് CBI വരാൻ പോകുന്നത്. CBI വന്നാലും മാത്രമേ ഇതിന്റെ അഴിമതി കഥ ചുരുൾ നിവരുകയുള്ളൂ. അഴിമതി ഉണ്ട് എന്നുള്ള എല്ലാവർക്കും ബോധ്യമാണ് ഇതിന്റെ അകത്ത് അഴിമതി ഉണ്ട് എന്നുള്ളത്. കാരണം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയന്റെ വകുപ്പിനാണ്. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ മാത്രമേ കർത്താക്ക് കമ്പനി അവിടെ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. കർത്ത വളരെ സുഗമമായി കമ്പനി പ്രവർത്തിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പച്ചക്കൊടി വീശി പിണറായി വിജയൻ വീശി കൊടുത്തു. പിണറായി വിജയൻ വെറുതെ അങ്ങോട്ട് വീശില്ലല്ലോ. ഒരുപാട് സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി CBI വന്നു കഴിഞ്ഞാലേ അപ്പം പിണറായിയെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ EDക്ക് വേണമെങ്കിൽ ആരെ പിടിക്കാം? റിയാസിനെ പിടിക്കാം. കാരണം ഈ കള്ളപ്പണ ഇടപാട് റിയാസിലൂടെ ആണോ നടത്തിയത് എന്നുള്ളതാണ് ED ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും ആകെ ചൂട് പിടിക്കുകയാണ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം. പിണറായി ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അവരെ. ഞാൻ വീണ്ടും അതിങ്ങനെ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് പിണറായി ആൻഡ് ഫാമിലിയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? അതായത് ഇപ്പൊ വീണയെ 2 പ്രാവശ്യം ചോദ്യം ചെയ്തു. വീണ എന്ന് പറഞ്ഞത് CPMന്റെ PB അംഗത്തിന്, ഇപ്പൊ മുഖ്യമന്ത്രി അല്ലാന്ന് വിചാരിക്കാം, മുൻ മുഖ്യമന്ത്രി, നിയമസഭാ സാമാജികൻ അല്ലെ, MLA, പ്രതിപക്ഷ നേതാവും, ഇങ്ങനെയുള്ള പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാളുടെ മോളെയാണ് ED 2 പ്രാവശ്യം ചോദ്യം ചെയ്തത്. എന്നിട്ടും BJPയോ കോൺഗ്രസോ ആ രീതിയിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇയാളെ എന്തിന് ഇപ്പോഴും നിയമസഭയിൽ കയറ്റുന്നു? ഇയാളെ തടയേണ്ടതല്ലേ? യഥാർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ന്യായമാണെന്നുള്ളത്? മുഖ്യമന്ത്രിയുടെ മോളെ ED ചോദ്യം ചെയ്യുന്നത് അഴിമതിയുടെ പേരിലാണ്, കള്ളപ്പണത്തിന്റെ പേരിലാണ്. സ്വാഭാവികമായും ഇത് പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്ന ആ സമയത്താണ് ഈ കള്ളക്കളി ഇവിടെ നടന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിണറായി വിജയനെ എന്തിന് ഈ പരിരക്ഷ നൽകുന്നു?
പിണറായി വിജയന്റെ മരുമോൻ റിയാസിന് എന്തിനീ പരിരക്ഷ നൽകുന്നു? ഇയാളെ ഇപ്പോഴും ഈ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്ന എന്തിന്? അങ്ങനെ ഈ ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും BJP-യും, ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും പ്രതിപക്ഷത്തിരിക്കുന്ന BJP-യും, അതാണ് ശരി, ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും പ്രതിപക്ഷത്തിരിക്കുന്ന BJP-യും, കേന്ദ്രത്തിലെ ഭരണപക്ഷത്താണല്ലോ BJP, ഇവരൊക്കെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? പിണറായി വിജയന് എതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന റിയാസിനെതിരെ എന്തുകൊണ്ട് ഇവർക്കെതിരെ ഇവർ പ്രക്ഷോഭം നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം. അവിടെയാണ് പണ്ട് PV അൻവർ പറഞ്ഞ പോലെ ഉന്നത തലങ്ങളിലെ ഈ നെക്സസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഉന്നത തലങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അത് ഈ അഴിമതിയിലും ഈ എന്താ പറയുക മാസപ്പടി കേസിലും വന്നു പെട്ടോ എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.